വാർത്തകളിലേക്ക്. സമഗ്രമായി ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. മുഴുവൻ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും കോടതി നിരീക്ഷിച്ചു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷാവിധി പ്രസ്താവിക്കും. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. 2022 മാർച്ച് 16 കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് 9 മാസം നീണ്ടുനിന്ന വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പ്രസ്താവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്നായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയുടെ കണ്ടെത്തൽ. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ സലാം, സഫറുദ്ദീൻ, മുൻഷാദ് തുടങ്ങിയവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിനാവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകി. ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികൾക്കും കൊലപാതക കുറ്റം ബാധകമാണെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, അതിക്രമിച്ച് കടന്നുകയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഈ പ്രതികൾക്ക് അർഹമാണ് എന്നുള്ള തലത്തിലേക്കാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 3-ാം പ്രതി അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ ഹിറ്റ് ലിസ്റ്റാണ് കേസിലെ മുഖ്യ തെളിവായത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും സംശയാസ്പദമായി തെളിഞ്ഞു. ജനുവരി 22 ശിക്ഷയിന്മേൽ കോടതി അന്തിമവാദം കേൾക്കുമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.